challenge. Like, share, comment, subscribe. വീണ്ടും നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ റൂൾസ് പറയാം. ഇതിൽ രണ്ട് ടീംസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇവര് ബോയ്സ് ടീം, നമ്മൾ ഗേൾസ് ടീം. അപ്പം ഞങ്ങൾ രണ്ട് തന്നെ ഷോൾ വെച്ചിട്ട് ടൈ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഇതുപോലെ തന്നെ മാസ്ക് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ രണ്ട് ടേബിൾസിൽ ഇങ്ങനെ കുറച്ച് ഒബ്ജക്ട്സ് ഇങ്ങനെ വെക്കും. അതിൽ ഒരാൾ അത് സെൻസ് ചെയ്യുക, അതായത് ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്മെല് ചെയ്തിട്ടോ അത് സെൻസ് ചെയ്തിട്ട്. അല്ല, ഈ ടച്ച് എന്ന് പറയുമ്പോൾ ഹാൻഡ് യൂസ് ചെയ്യാനാണോ? ഇല്ല, കൈ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആകെ നമ്മുടെ ഈ ഒരു ഫേസിന്റെ ഒരു പോർഷൻ വെച്ച് മാത്രം ടച്ച് ചെയ്ത് സെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് ഐറ്റം എന്നുള്ളത് മനസ്സിലാക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാവിച്ച് പറയാൻ നിൽക്കരുത്. പക്ഷേ അത് നിങ്ങളുടെ ടീമിലുള്ള ആൾക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സെന്റൻസ് പറയാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമാണ് ഇരിക്കുന്നതെങ്കിൽ ലൈക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റം ആണ്, അല്ലെങ്കിൽ 3 നേരം ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരു കുറച്ച് ക്ലൂസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ ടീമിലുള്ള ആൾക്ക് നിങ്ങളത് ഗസ് ചെയ്തിട്ട് ഐറ്റം എന്താണെന്ന് പറയുന്നതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പം നമുക്ക് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമന്റ് ഇടാൻ മറക്കരുത്. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ വീഡിയോസ് കാണുന്നവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനാണ്. ചിപ്പുവാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോണത്. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം പറയേണ്ടത് റിച്ചു ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ടൈം വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം തരുള്ളൂ നിങ്ങൾക്ക് രണ്ടുപേർക്ക്. 2 മിനിറ്റ് ഉള്ളൂ. ആ 2 മിനിറ്റിനുള്ളിൽ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റിച്ച് ഉത്തരം പറയുന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട്. നേരെ കിടന്നോ? ആ ഓക്കെ, ആ അവിടെ തന്നെ അതന്നെ. ഓക്കെ, ആൾക്ക് കിട്ടിയാ? എന്താന്ന് കിട്ടിയാ? ആ കിട്ടി. എന്താന്ന് കിട്ടിയത്? കിട്ടി. നമ്മളെ ഡെയിലി ലൈഫിൽ ഇപ്പൊ കുറച്ചു മുമ്പ് എന്താ പറയാ, ഇപ്പൊ ഞാൻ എങ്ങനെ പറയും, നമ്മളൊരു സ്വിച്ച് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അല്ല, നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഡെയിലി ലൈഫിന് നമുക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമുണ്ട്. തേപ്പൊട്ടിയാ? അല്ല, അത് അതിന് നമ്മൾ ഊർജം കൊടുക്കാൻ, അതിന്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറോ? കറക്റ്റ് ഉത്തരം ഉണ്ടാ. അപ്പൊ റിച്ചു ഫസ്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ് 1 പോയിന്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ടീം. ഇനി അടുത്തത് നമ്മളാ ചിപ്പുവിന്റെ കൂടെയാണ്. എങ്ങനെ ഞാൻ പറയണോ അല്ലേ? ഇനി ചിപ്പു ഉത്തരം പറയാന്നുള്ളതാണ്. അടുത്തത് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റിച്ചു നോക്കിയിട്ട് അടുത്ത ഉത്തരം ചിപ്പു പറയാ. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങിക്കോ. നേരെ ഇടന്നു. നേരെ ചരിഞ്ഞല്ല, ഞാൻ കൊണ്ടുവന്നല്ല. ആ ഓക്കെ. ആ ഇനി സ്മെല്ല് ചെയ്ത് കിട്ടിയാ? ടച്ച് ചെയ്യാ, വേണമെങ്കിൽ കടിച്ചു നോക്ക. തിന്നണ സാധനമാണോ? എന്താന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. കിട്ടിയാ? എന്താന്ന് കിട്ടിയിട്ടുണ്ട്, ആൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താന്നുള്ളത് പറഞ്ഞു. ഇത് നമ്മള് എങ്ങനെ പറയാലോ? ക്ലൂ എങ്ങനെ വേണേലും പറയാം. കറിയിൽ ഉപയോഗിക്കണ ഒരു സാധനമാണ്. ആ, നമ്മുടെ ലഞ്ച് ബോക്സിലൊരു പ്രധാന ഐറ്റം ആണ്. അയ്യോ, അങ്ങനത്തെ നമ്മളെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ ചില സമയത്ത് തത്തമക്കൊക്കെ അങ്ങോട്ട് കൊട്ടുകാറുണ്ട്. അതിന് കൊറേ ഇങ്ങനെ പൂ പോലെ ഇരിക്കും. എതളതള പോലെ ഇരിക്കും. ആ, കറിയിൽ ഉപയോഗിക്കണത് വേപ്പിലത്തണ്ട്. പച്ച കളറായിരിക്കും. മുളക്. കറക്റ്റല്ല. കുറച്ച് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് ബാക്കി നമ്മളിങ്ങനെ ചെത്തി ഇങ്ങനെ അരിയും. എന്നിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ കുലുകുലാന്നരിഞ്ഞോണ്ടിരിക്കണ മല്ലി പൂ പോലത്തെ ഒരു പച്ചക്കറി. പച്ചക്കറി. ക്യാബേജ്.
യഥാർത്ഥ ഉത്തരമാണ്. അപ്പൊ ക്യാബേജ് ആണ് ഉത്തരം പറഞ്ഞിരിക്കും. അപ്പൊ ഇവർക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു 2 പോയിന്റ് കൂടി നേടിയാലേ നിങ്ങൾ ഇതിൽ വിജയികളാവുള്ളൂ. അപ്പൊ ചിപ്പുവിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനമാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ചിപ്പുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതല്ല അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. നേരെ ഇടണോ, കൈ വെച്ച് തൊടണ്ട. ഓക്കെ, കിട്ടിയാ? ഓക്കെ ഓക്കെ ഓക്കെ, ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ഉത്തരവാണ്. നമ്മുടെ മാക്ക് എപ്പോഴും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അച്ചാറാ. അച്ചാറ് റീസെന്റ് ഈ സംഭവം കുറച്ച് ദിവസം മുമ്പ് കൂടെ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. 28 സെക്കൻഡ് കൊണ്ടിട്ടാണ് ഗൈസ്. ഇതൊക്കെ 28 സെക്കൻഡ് കൊണ്ടിട്ടാണ് ഏറ്റവും ടോപ്പാണ് ഹൈയസ്റ്റ്. അതെ, കറക്റ്റ് ആയിട്ട്. അപ്പോ ഫുള്ളകത്താക്കി ആള്. അപ്പൊ ഫസ്റ്റ് 3 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് അടുത്തത് നമുക്ക് റിച്ചുവിന് നല്ല പാടുള്ള ഒരു സാധനം തരാം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, പതുക്കെ നടന്നു. അതന്നെ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിന്നോ. ഓക്കെ, ടേസ്റ്റ് ചെയ്തു ധൈര്യത്തോടെ. സ്മെല്ല് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു സാധനം ഉണ്ട്, അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണല്ലോ. വേണമെങ്കിൽ അടിച്ചു നോക്കാം. ഇതെന്താ തിന്നണതൊന്നല്ല. ഓക്കെ, തിന്നണില്ലാന്ന് ആള് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്താന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ്. എന്തായാലും 1 മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംഗതി എന്താ സാധനം മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. നീട്ടുള്ള എന്തോ ഒരു സാധനം. പെട്ടെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചു നോക്ക്. കഴിക്കാൻ പറ്റൂല. ഗൈസ്, അപ്പൊ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതല്ല കഴിക്കാൻ പറ്റുന്ന സാധനം. ഗൈസ്, അപ്പൊ നമ്മളെ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. പ്ലാസ്റ്റിക്. അതെ, ഇരുമ്പിന്റെ പ്ലാസ്റ്റിക്. അങ്ങനെയൊന്നും പറയരുത്. പക്ഷെ അതല്ല ഉത്തരം, അതല്ല. എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഗൈസ്. അപ്പൊ നമ്മ അനുവദിച്ചിരിക്കുന്ന ടൈം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇവര് തോറ്റിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ തുറന്നു, നിങ്ങള് എന്താണ് തുറന്നിട്ട് നോക്കിക്കോ എന്താണ് സാധനം. ഇതാണ് ഐറ്റം. ഇത് നിങ്ങൾ കണ്ടുപിടിച്ചില്ല ശരിക്കും. എന്താണ് ഇത് മനസ്സിലാക്കി വരാൻ കുറെ ടൈം എടുക്കും. അതാണല്ലോ ഇതിന്റെ. എന്തായാലും 3 പോയിന്റ് കിട്ടിയില്ലേ? ഇനി അടുത്തത് നമ്മളെ ബോയ്സിന്റെ ചലഞ്ച് എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മളിത് ചെയ്യുമ്പോ നമ്മുടെ പുറകിലിരുന്ന കുറെ ആൾക്കാർ നമ്മളെ വെല്ലുവിളിക്കണ്ടായി. നമുക്ക് നോക്കാം അവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇക്രുവിന് ഈസി ഉള്ളൊരു സാധനമാണ് വെച്ചു കൊടുത്തേക്കണത്. ഇക്രു പറയുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. റെഡി, പതുക്കെ നടന്നോ, ഞാൻ പറയാം. ഇല്ല നീ നടന്നോ, ഫ്രണ്ടിലോട്ട് നടന്നു. എടുത്തോ. കിട്ടിയാ? എന്താന്ന് കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. കിട്ടിയാ? എന്താന്ന് കിട്ടിയാ? കിട്ടിയാ? ഓക്കെ, ഇനി പറഞ്ഞോ. നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യും, വേണ്ടപ്പെട്ടൊരു സാധനമാണ്. എന്താണ് പറഞ്ഞോ? എന്ത് നമ്മ ഫുഡാണെങ്കിലും എന്തുണ്ടാക്കുന്നാണെങ്കിലും
നമുക്കതില്ലാണ്ട് പറ്റില്ല. തിന്നണ സാധനം എന്താന്ന് പറയണ്ടേ? എന്താണെങ്കിലും വസ്തുവാണ്. വസ്തുവാണോ? കിച്ചണിലെ മെയിൻ ഒരു ഐറ്റമാണ്. കിച്ചണിൽ കയറുമ്പോൾ അത് കയ്യിൽ കിട്ടിയാലേ കാര്യമുള്ളൂ. എന്ത് ഫുഡ് ഉണ്ടാക്കുന്ന ലൈറ്റർ. ഓ കറക്റ്റ്, പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കണാണ്. 1 മിനിറ്റ് കൊണ്ടായിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പൊ എന്നാലും കൊള്ള സിമ്പിളായിട്ട് നമ്മളെ ചെക്കൻ വിനീഷ് മോൻ കണ്ടുപിടിച്ചിരിക്കണാണ്. സ്റ്റാർട്ട്. അതൊക്കെ നടന്നു. ആ നോക്കിക്കോ, എന്താണെന്നുള്ളത് നീ നോക്കിയിട്ട് ഉള്ളു കഴിച്ച് തീർക്കാനല്ല പറയണത്. കിട്ടിയാ ആൾക്ക് എന്താന്നുള്ളത് നമ്മ നോമ്പിനൊക്കെ ഉപയോഗിക്കും. നോമ്പിന് ഉപയോഗിക്കോ? കസേസണോ? ഈന്തപ്പഴം. ഓ പെട്ടെന്ന് തന്നെ സിമ്പിൾ. നല്ലൊരു ക്ലൂ ആണ് എനിക്ക് ബിനീഷ് തന്നിരിക്കുന്നത്. ബിനീഷ് യു ക്യാൻ. സെക്കൻഡ് യു ക്യാൻ. പ്ലേ. അയ്യോ എന്താന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ്. കിട്ടിയാ കിട്ടിയാ നല്ല സ്മെല്ല് മനസ്സിലായി. ആ എന്താണ് പറ എന്നാ പറഞ്ഞു. ബ്രോ നമ്മ ബർത്ത്ഡേ പരിപാടിക്കും ബർത്ത്ഡേ പ്രോഗ്രാമും ഈ ഫങ്ഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. ബർത്ത്ഡേ പരിപാടിക്കും അലമ്പാക്കാൻ യൂസ് ചെയ്യുന്ന സംഭവം. അലമ്പാക്കാനാ? മേഘതിരിയാണ്. ബർത്ത്ഡേ അലമ്പാക്കാൻ പോയിട്ട് ആ ഇത് മറ്റേ ഫംഗ്ഷന് അടിക്കൂല, മുഖത്തടിക്കണ അതാണോ? അതിന്റെ പേര് ഇട്ടല്ല, ഇത് പേരിട്ട എന്റെ പേര് അറിയില്ല. നമ്മ ഈ വൈറ്റ് മറ്റേ മുഖത്തിട്ടടിക്കണ എന്താന്ന് പറ, പേരറിയില്ല. പേര് പറ. എന്റെ പേര് എനിക്ക് വായിക്കിട്ടല്ല. ഏതാണ് പേരിട്ടുള്ള അതിന്റെ പേരെന്താണ്? പേര് പറയാന്നുള്ളതാണ് നിന്റെ. അതാണ് പേര്, എനിക്കറിയില്ല. പേര് പറ. പേര് അറിയില്ലെന്ന്. അതല്ലേ മണാലിയൊക്കെ പോയിട്ടുണ്ടോ? ടൈം പോയിക്കൊണ്ടിരിക്കാനാണ്. അതിന്റെ ഇംഗ്ലീഷ് എന്താ? എന്തിന്റെ ഇംഗ്ലീഷ് എന്താ? സീന മഞ്ഞ. ടൈം പോയിക്കൊണ്ടിരിക്കാനാണ്. പേര് പറ. മഞ്ഞ്. ഇവിടെ ആള് പെട്ടിരിക്കാനാണ്. സാധനം മറ്റേ സ്പ്രേ സ്പ്രേ ഇതാണോ? സ്പ്രേ പെയിന്റ്. സ്പ്രേ എന്ത് സ്പ്രേ ആണ്? എന്ത് സ്പ്രേ? പേരറിയില്ല. ഇത് ഗൈസ് ടൈം കഴിഞ്ഞിരിക്കാനാണ്. ടൈം കഴിയാറായി. പേരറിയില്ല. ഏകദേശം അപ്പോ ഏകദേശം കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാലും കറക്റ്റ് ആയിട്ടില്ല. എന്തായാലും പോയിന്റ് പറഞ്ഞ നഷ്ടപ്പെട്ടിരിക്കണല്ലോ. സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് സ്പ്രേ ആന്ന് പറഞ്ഞിട്ടില്ല. ബിനീഷേ അതൊരു സ്നോ സ്പ്രേ ആയിരുന്നു. അത് എനിക്ക് പറയാനറിഞ്ഞൂടായിരുന്നു. ആൻസർ ഏകദേശം എന്തായാലും നിങ്ങളെ പോയിന്റ് ഒരെണ്ണം പോയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 പോയിന്റ് നേടി. ഇനി 1 പോയിന്റും കൂടി ഉണ്ട്. അവരായിട്ട് ടൈ പിടിക്കാനായിട്ട് 1 പോയിന്റും കൂടി ഉണ്ടാവുള്ളൂ. ഏട്ടാ സ്റ്റാർട്ട്. കിട്ടിയാ 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 എന്താന്നുള്ള കിട്ടിയാ കിട്ടിയാ എന്താ ബോളാ? എന്ത് സാധനം കിട്ടിയാ നിനക്ക്? ഒന്നൂടെ സ്മെല്ലുണ്ടോ? സ്മെല്ലൊന്നുമില്ല. കടിക്കാൻ പറ്റുണ്ടോ? ഇല്ല. ആന കിട്ടിയാ? കിട്ടിയിട്ടുണ്ട്. ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്താന്നുള്ളത്. അപ്പൊ പറഞ്ഞോ. ഇത് നമ്മ ഈ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കൂലേ, ഈ മരത്തിലൊക്കെ ഇടണ പപ്പാനി ബോള്. മറ്റേ ബോള് പന്നിന്റെ ആ ബോള്. ബോളിന്റെ പേരെന്താ? ബോളല്ലേ? അപ്പൊ ഉത്തരം ശരി തന്നെയാണ്. അതൊരു ബോൾ തന്നെയാണ്. മറ്റേ ഗോൾഡൻ ബോൾ. യെസ്, അതാണ്. അപ്പോൾ ഉത്തരം കറക്റ്റാണ്. അപ്പോൾ ഇവർക്ക് 3 പോയിന്റ്, അവർക്ക് 3 പോയിന്റ് ആയിട്ട് നിൽക്കണതാണ്. ടൈ ആയിട്ട് നിൽക്കണതാണ്. അപ്പോൾ ഇത്
ഇവര് ടൈ ആയ സ്ഥിതിക്ക് നമ്മ ഒരു ചാൻസും കൂടി കൊടുക്കണതാണ്. ഇതിലാരാണ് ജയിക്കണമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ അതുമല്ല ഞങ്ങൾ ടൈമും വ്യത്യാസപ്പെടുത്തിയുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ഇതിൽ ഉത്തരം പറയാന്നുള്ളതാണ്. ഓക്കെ റിച്ചു, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. ആ ഐഡന്റിഫൈ ചെയ്താ ഓക്കേണാ? റിച്ചു, നമ്മള് സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മള് ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്കൊരു ഭംഗിയായിട്ട് അതങ്ങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സംഭവമൊക്കെ ഭംഗിയായിട്ടിരിക്കുള്ളൂ. മുടി കെട്ടാനായിട്ട് ചീപ്പാണോ? നമ്മള് നേരത്തൊന്നല്ല, നമ്മള് ബാഗിലിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റത്തില് നമ്മള് നല്ല രീതിയിൽ അത് ഭംഗിയാക്കി ഇരിക്കണം. ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത് ചെയ്തിട്ട് നമ്മളൊരു സംഭവം നെയിം സ്ലിപ്പോ? അല്ല, അത് നമ്മൾ പേരാണല്ലോ. അല്ല, നമ്മളൊരു സംഭവം വെച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ, നല്ല ഭംഗിക്ക് ഇരിക്കുള്ളൂ. സിബോ? അല്ലല്ല, ബുക്കിൽ തന്നെ ഒരു സംഭവം. അപ്പൊ ഇവര് ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തായാലും സംഭവം എന്താന്ന് വെച്ചാൽ സ്റ്റാപ്ലർ ആയിരുന്നു. ഇത് അടിച്ചാലേ നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോ, സ്റ്റാപ്ലർ ആയിരുന്നു ഐറ്റം എന്താന്നുള്ളത്. അപ്പം നിങ്ങളെ പോയിന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ബോയ്സിൻ്റെ ഇതിലോട്ട് നടക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഇവർ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് വിന്നർ. അവർ നേരത്തെ പറഞ്ഞിട്ടില്ല, അവരുടെ ചാൻസ് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുകയാണ്. അവർ 3 തന്നെ ഇരിക്കണാണ്. ഇനി ഇവരുടെ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇക്രോ, സ്റ്റാർട്ട്. കിട്ടിയാ? കിട്ടി. ഇത് സ്കൂളിലൊക്കെ നമുക്ക് കൊണ്ടുപോകും. ബോക്സിലൊക്കെ നമുക്ക് കൊണ്ടുപോകില്ലേ സാധാരണ കുഞ്ഞു പിള്ളേരൊക്കെ? വേറെ പറഞ്ഞു. അതേപോലെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. റബ്ബറാ? വേറെ പറയാ. അതേപോലെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. മറ്റേ എക്സാം എഴുതണോ? എക്സാം ബോർഡാ? എല്ലാത്തിനും ആവശ്യം വരും. കട്ടറാണോ? കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവര് ജയിച്ചിരിക്കുകയാണ്. ബോയ്സ് ആണ് വിന്നർ ഈ പ്രാവശ്യത അല്ലേ? ജയിച്ചിരിക്കണ ജയിച്ചിരിക്കണാണ്. ഇവര് തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. നമുക്ക് ഇവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തായാലും ഞാൻ കൊടുക്കണാണ്. അവർക്ക് ഈ സാധനം വെച്ച് എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവരെ എന്ത് വേണേലും ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാ നിങ്ങള് എന്തായാലും ചെയ്തോളൂ. മീശ കൊടുക്കടാ, ഞാനിനി വരക്കാൻ പോവുകയാണ്. എന്താണത്? അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇനിയും പുതിയ നിങ്ങക്ക് ഗിഫ്റ്റ് ഇല്ല, നിങ്ങക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങക്ക് നല്ല വെറൈറ്റി ഗിഫ്റ്റ് ഒക്കെ നിങ്ങക്ക് തരുന്നതാണ്. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ബൈ.